നമ്മുടെ അടുത്ത് വരുന്ന വണ്ടികളൊക്കെ സാധാരണക്കാരാണ്. സാധാരണക്കാര് പറഞ്ഞാൽ ഇപ്പൊ അന്നന്ന പണിയെടുത്തുകൊണ്ട് ജീവിതം ഇപ്പൊ ഗൾഫുകാരാവട്ടെ. ഞാനൊരു ഗൾഫുകാരനാണ്. 10-30 കൊല്ലം ഗൾഫിൽ നിന്നത്. എനിക്ക് ഗൾഫിൽ നിൽക്കുമ്പോ നമുക്ക് അത് ഫോർച്യൂണർ വാങ്ങണം, അല്ലെങ്കിൽ ക്രിസ്റ്റ വാങ്ങണം, അല്ലെങ്കിൽ പിന്നെ ബൊലോറോ വാങ്ങണം. അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങൾ നാട്ടിൽ വന്ന് അവനാന്റെ ഇതൊക്കെ തീർത്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോ നമ്മളെ പൈസ കമ്മിയാക്കാറും. അപ്പൊ ഒരു ചെറു വണ്ടി നമുക്ക് ചാടുക. സ്കൂട്ടറിൽ പോകുന്ന ഫാമിലിക്ക് സ്കൂട്ടറിന്റെ അതേ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. ഷോറൂം എന്നല്ല, ഒരു വീട്ടിലെ കച്ചവടമാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മൻസൂർ ഖാൻ. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? മൻസൂർ ഖാന്റെ ഇവിടെ 3ാമത്തെ വീഡിയോ ആണ്. നമ്മളെ 2 വീഡിയോയിലും ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ടല്ലേ? കുറെ വാഹനങ്ങൾ പോയിട്ടുണ്ട്. ചെറിയ പൈസന്റെ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് പോകും. കാരണം എന്താ വെച്ചാൽ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന വാഹനങ്ങളാണ്. മൻസൂർ ഖാൻ, പിന്നെ ഇപ്രാവശ്യം ഒരുപാട് വാഹനങ്ങൾ കയറിയിട്ടുണ്ടല്ലേ? ഒരു ഏകദേശം കുറച്ച് കുറെ വാഹനങ്ങൾ പോയി, കുറെ വാഹനങ്ങൾ നമ്മൾ കൊണ്ടേ കൊടുത്തു. ഓരോരുത്തർ കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടേ കൊടുത്തു. ഓരോരുത്തർ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പൈസ ഇട്ട് തന്നു. പിന്നെ വീട്ടിൽ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ കൊണ്ടേ കൊടുക്കും. 1-2 വണ്ടികൾ ഇപ്പൊ വീട്ടവിടെ ആ വണ്ടി അതൊക്കെ കൊടുത്തതാണ്. വണ്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അവരെ ആഗ്രഹപ്രകാരം എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സോ അല്ലെങ്കിൽ സീറ്റ് കവർ മാറ്റണോ അതിനൊക്കെ എക്സ്ട്രാ പൈസ എന്നാലും നമ്മള് ചെയ്ത് കൊടുക്കും. പിന്നെ ചെക്കിംഗ് വാറന്റി മാത്രമല്ല കൊടുക്കുള്ളൂ. ചെക്കിംഗ് നമ്മളൊക്കെ സെക്കൻഡ് വാഹനം 1 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ വാഹനങ്ങളല്ലേ, അതിനൊക്കെ നമുക്ക് നിലവിലുള്ള കണ്ടീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അവർ വന്ന് കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ച് കൊടുക്കാം. നമ്മൾ കയ്യിനാണെങ്കിൽ അതല്ല പിന്നെ അവര് പിന്നെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ ആടുന്നൊക്കെ വിളിച്ചാണ്, അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ കൊണ്ടേ കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് കേട് വന്നാൽ നമ്മളത് ഉത്തരവാദിത്തം. കാരണം എടുക്കുന്ന സമയത്ത് ചെക്കിംഗ് വാറന്റി കൊടുക്കും. ചെക്കിംഗ് വാറന്റി ചെക്കിംഗ് വെച്ചാല് എടുക്കുമ്പോ ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു ടീം വന്ന് അവർ വണ്ടി ഓട്ടുമ്പോ അല്ലെങ്കിൽ ലോറാം അല്ലെങ്കിൽ സോക്കാപ്സർ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വലിവിന്റെ കമ്മിയോ അല്ലെങ്കിൽ സെമ്മിന്റെ കമ്മിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് കയ്യിനാണ് നമ്മൾ പരിഹരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ എന്നാൽ നമ്മൾ റെഡി ആയി കൊടുക്കും. ഒരു വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വണ്ടി കൊണ്ടേ കൊടുക്കാം. അതല്ല ഗൾഫിൽ നിന്നും മറ്റൊരു രാജ്യത്ത് നിന്ന് വിളിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാ കാര്യങ്ങൾ നിലവിലുള്ള പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പോ പോരായ്മകൾ പറഞ്ഞാൽ സെക്കൻഡ് ഇപ്പൊ 5 ലക്ഷം 6 ലക്ഷം റുപ്യന്റെ വണ്ടികൾ ഇപ്പോ 1 ലക്ഷം റുപ്യ 1.5 ലക്ഷം റുപ്യ കൊടുക്കുമ്പോൾ അതിന്റേതായ പോരായ്മകൾ നമ്മൾ കാണണല്ലോ. ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കണേ ആ വണ്ടി ഈ വണ്ടിയും ഒരു താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതിന്റെ പോരായ്മ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പൊ നമ്മള് വിളിക്കുമ്പോ തന്നെ നമുക്ക് അറിയാം ഈ കസ്റ്റമർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കസ്റ്റമറാണ്, ചക്കല്ലാത്ത ആളാണ്, ടെൻഷൻ ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി പിന്നെ കൺഫേം ആക്കും. അതല്ല അയാൾക്ക് ഒരു എക്കച്ചക്കുള്ള ഞാൻ പെട്ടുപോയോ കൺഫ്യൂഷൻ ആക്കാണ് നമ്മൾ ഓരോട് നേരിട്ട് വന്ന് നോക്കിട്ട് എടുത്താൽ മതി. പിന്നെ അപ്പോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. കുറെ സംസാരിച്ചില്ല ഘടിപ്പിക്കേണ്ട. അപ്പൊ മൻസൂർ ഖാൻ, നമുക്ക് ആദ്യമായിട്ട് ഒരു ജനപ്രിയ വണ്ടിയായ സ്വിഫ്റ്റ് കാറിൽ നിന്ന് തുടങ്ങാം. അതും ഡീസൽ വണ്ടി, അത്യാവശ്യം 20 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ല? ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് സ്വിഫ്റ്റ് പിന്നെ ഇതൊക്കെ പറഞ്ഞ എപ്പോഴും അൾട്ടോ, ഇത് ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങൾ വണ്ടിയാണ്. വലിയ കംപ്ലൈന്റും വരാത്ത വാഹനങ്ങളാണ് ഇപ്പൊ ഈ സ്വിഫ്റ്റ് ഒക്കെ പറഞ്ഞാല്. ഇത് 2012 ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടം കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓണർ ആണ്. ഫ്ലഡ് മറ്റുള്ള മാണ്ടാത്ത ഒരു മാറ്റമൊന്നുമില്ല. ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഓന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വണ്ടിയാണ്. ഇതിപ്പോ ഇതൊന്ന് ടച്ചപ്പ് ചെയ്താണ് പോളിഷ് ചെയ്ത് കൊടുക്കും. കണ്ണ് ചിമ്മിട്ട് എടുക്കല്ല, സൂപ്പർ ആയിട്ട്. കണ്ണ് ചിമ്പൊന്നും വേണ്ട, കണ്ണ് നീച്ച് കാണാൻ എടുത്തോട്ടോ. അതായത് ഇത് ടച്ചപ്പ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് നമ്മൾ കൊടുക്കുള്ളൂ. ഇപ്പോ നിലവില് സ്ക്രാച്ച് നിലവിൽ ഇതപ്പോ കമ്പനി ഇറങ്ങിയപ്പോഴുള്ള ആ പെയിന്റ് ആണ്. അതിപ്പോ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ വൃത്തികളൊന്നും ഇല്ലല്ലോ വണ്ടികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താല് ഒന്നും കൂടി ഒരു ഗുമ്മുണ്ടാവും. വണ്ടി ടയറൊക്കെ അത്യാവശ്യം 80% 90% ടയർ ഉണ്ട്. രണ്ട് ഡോർ പവർ വിൻഡോ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ സീറ്റ് കവർ നമുക്ക് ഒഴിവായി കൊടുക്കാം. അതിനുള്ളിൽ നല്ല കമ്പനി സീറ്റ് ഉണ്ട്. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓണർ ആണ്. 1,28,000 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല. മറ്റു മെക്കാനിക് പരമായിട്ട് ഒക്കെ 100ക്ക് 100 ആണ്. നമ്മള് 2,70,000 റുപ്യ കൊടുക്കാം. 2,70,000 കൊടുക്കാം അല്ല? 2012 വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ഇവിടെ നല്ല വൃത്തിയുള്ളൊരു വാഹനം, ഈ ZEN എസ്റ്റിലോ അല്ലെ? ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് AC പവർ സ്റ്റാരിങ്,
പിന്നെ പവറിന്റെ ഒക്കെ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടി. എവിടെയും തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല, ആക്സിഡന്റ് ഇല്ല, മെക്കാനിക് പരമായിട്ട് അതൊക്കെ 100% ടയർ ഭാഗമാണെങ്കിൽ ഏകദേശം ഒരു 90% ടയറും ഉണ്ട്. പിന്നെ 2029 വരെ പേപ്പറും ഉണ്ട്. 2009 ചെറുവണ്ടിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പേപ്പർ വേണേനും അങ്ങനത്തെ പറ്റിയ വണ്ടിയാണ്. നമ്മളിതിന് ചോദിക്കുന്നത് 1,40,000 റുപ്യ. 1,40 ചോദിക്കുന്നുണ്ട് അല്ലേ? വേറെ മൈനറും മേജറും ഒന്നുമില്ല, തട്ടുമുട്ടും കാര്യങ്ങളൊന്നും. അവിടെ ഇവിടെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പഴയ വണ്ടി, അല്ലാത്ത വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. അതെ. ഓക്കെ. അപ്പൊ 1,40 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാർ ലോണ് കിട്ടൂല. ലോൺ ഇത് 2013 ലക്ഷമുള്ള വണ്ടിയൊക്കെ ലോൺ കിട്ടുള്ളൂ. ഓക്കെ. AC വർക്കിംഗ് ആണ്, AC നല്ല കൂളിംഗ് ആണ്. ഊട്ടിക്ക് പോയ പോലെ ഉണ്ടോ? ഊട്ടി വേറെ, അതൊക്കെ നമ്മളെ കേരളം വേറെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കിക്കോട്ടെ. ഇവിടെ ഒരു ടൊയോറ്റന്റെ ഇറ്റിയോസ് ആണ്. ഒരു ചെറിയ പൈസ കൊടുക്കല്ലോ, ഒരു ആൾട്ടോക്കാരുടെ പൈസ കൊടുക്കല്ലോ. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2012 ആണ്. പിന്നെ 12 റേസർ ആണ്, ഡീസൽ വണ്ടിയാണ്. പിന്നെ ഓണർഷിപ്പ് ഒരു 5-6 ഒക്കെ ആയിട്ടുണ്ട്. ഓക്കെ. ടയോട്ടന്റെ വണ്ടിയാണ്. കിലോമീറ്റർ ഇപ്പൊ നമ്മൾ പറയണ്ട 140 160 ഒക്കെ ഓടിയിട്ടുണ്ട്. വേറെ മേജർ കംപ്ലൈന്റുകളൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് സെഡാൻ വണ്ടിയാണ്. പിന്നെ GD മെക്കാനിക് ഒരു കുഴപ്പമില്ല. അലൈവിയിലുണ്ട്, AC, പവർ സ്റ്റാരിങ്, എയർ ബാഗ്, പവർ വിൻഡോ, എല്ലാ സെറ്റപ്പും എല്ലാം വർക്കിംഗും ആണ്. പിന്നെ ഇറ്റിയോസ് ആകുമ്പോ നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഒക്കെ കമ്മിയുള്ള ഒരു വാഹനം. യാത്ര നല്ല കംഫർട്ടബിൾ ആണ്. ഇത് എത്ര കൊടുക്കാം? ലാസ്റ്റ് ഓഫർ പെരുന്നാളൊക്കെ അല്ലേ, ഓഫർ 2,60 കൊടുക്കാം അല്ല? 2012 വണ്ടി. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടെ. കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഗണർ, നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? സൂപ്പറാണ്. ഓക്കെ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2014 ലാസ്റ്റ് വണ്ടിയാണ്. 14 വണ്ടി ലാസ്റ്റ് ആണ്. VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം അല്ല, ഒരു ടെൻഷനും വേണ്ട. VXI വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, മേജർ റീപ്ലേസ് ഒന്നുമില്ല, മേജറും ഇല്ല, മൈനറും ഇല്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റോറൊക്കെ നമ്മൾ പുതിയ അടിച്ചാണ്. കമ്പനി സെറ്റ് ഒക്കെ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുത്തില്ല വണ്ടി? അതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സീറ്റോറൊക്കെ ലെതർ സീറ്റോർ അടിച്ചാണ്. ടയർ ആണെങ്കിൽ പിന്നെ ഒരു ബാക്കിലൊരു 90% ഉണ്ട്, മുന്നിൽ 60% ഉണ്ടല്ലേ. ഇത് ലോണും കിട്ടും. ലോണും ഒരു 2,50,000 റുപ്യന്റെ അടുത്ത് ലോണും കിട്ടും. ഇത് എത്രക്ക് കൊടുക്കാം? നമുക്ക് 2,80,000 റുപ്യ കൊടുക്കാം. 2,80,000 കൊടുക്കാം അല്ല? മാക്സിമം 10-30 റുപ്യ വേണ്ടി വരില്ല. 30 റുപ്യ വേണ്ടി. പക്ഷേ നമ്മൾ ഈ ലോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ വെറുതെ വിളിക്കരുത്. കാരണം ഒന്നാമത് സിബിൽ ഇല്ലെങ്കിൽ ലോൺ കിട്ടൂല. കാരണം കുറെ ആൾക്കാർ അങ്ങനെ നമ്മൾ സ്വീപ്പാകാണ്, അവർ സ്വീപ്പാകാണ്. അപ്പൊ എന്താ വെച്ചാൽ ലോൺ അവർക്ക് ഈ ലോൺ കൊടുക്കാന്ന് പറയുമ്പോൾ ലോണുകാർക്കും പിന്നെ ഈ വണ്ടിമ മാത്രമല്ല അവർ പിടിക്കുന്നത്. ലോൺ കൊടുക്കുമ്പോൾ ഒന്നിക്കും നിങ്ങളെ വീടിന്റെ നെതിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ മറ്റുള്ള വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്തിലുള്ള മറ്റേ സർട്ടിഫിക്കറ്റ്, എവിഡൻസ്, അതിമലൊക്കെയാണ് പിടിക്കുന്നത്. ഇത് ഒന്നുമില്ലാതെ ലോൺ ആണെന്നാണ് ലോൺ നടക്കൂല. ഞാനും ലോൺ കിട്ടിയ അത് ബന്ധമല്ല. നമ്മൾ ഇവിടെ വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാല് അവർ റെഡി കാശ്, അതിനാണ് നമ്മൾ ചെറുവണ്ടിനെ ഇറക്കാൻ വന്നാമത്. കാരണം ലോണുമായിട്ട് ബന്ധപ്പെട്ട ചെയ്തിട്ടാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ലോണും കാര്യങ്ങളെല്ലാം നടക്കൂലല്ലോ. ലോൺ ഇല്ലാതെ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ലോൺ വരുവാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 5,000-10,000 അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വില പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ലോൺകാർക്ക് 2-3 ആൾക്കാർക്ക് ഓരോ നമ്പർ കൊടുക്കും. അതിൽ ആർക്കാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർ ക്ലിയർ ആക്കുക. ഇവിടെ നമുക്ക് ഒരു സ്കൂട്ടർ എടുക്കുന്ന പൈസ മതിയല്ലേ? ഒരു വാഗനർ അത് അവര് തീരുമാനിക്കുക, സ്കൂട്ടർ ആണോ സൈക്കിൾ ആണോ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന്? അത് 2008. ഇത് ടൈപ്പ് 3 ആണ്. അല്ല, ഇത് ടൈപ്പ് 3 ആണ്. ഇത് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ്. ടൈപ്പ് 1 ഉണ്ട് നമ്മുടെ അടുത്ത്. ആയിക്കോട്ടെ. ഇത് ടൈപ്പ് 2ന്റെ കാര്യങ്ങളും. ടൈപ്പ് 2ന്റെ എന്ന് പറഞ്ഞാല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ AC പവർ സ്റ്റാരിങ്, പിന്നെ പവർ വിൻഡോ അതിന് വരും. പവർ വിൻഡോ ഉണ്ട്. പവർ വിൻഡോ ഉണ്ട്. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓടിക്കാനും സുഖമാണ്. ചെറുവണ്ടി വേണം തന്നെ ആൾക്കാരുണ്ടല്ലോ. ഓൾക്ക് അത്യാവശ്യം ഈ വാഗണറിനൊക്കെ സുഖം എന്താണോ? വാഗണറിൽ നമ്മളിപ്പോ എല്ലാ വണ്ടിയിലും ഇങ്ങനെ കുത്തിരുന്നാണ്ട് ഇങ്ങനെ ഇരിക്കണം. വാഗണറിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നാല്
കംഫർട്ടബിൾ ആണ്. നമ്മളെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സുഖം ഈ വാഹനം ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. നമ്മൾ നന്നായിട്ട് ഇപ്പൊ ഈ ഊരവേദനയുള്ള ആൾക്കാര്, കുറച്ച് ഹൈറ്റുള്ള ആൾക്കാര്, കുറച്ച് മുന്നോട്ട് കാണാൻ തടിയുള്ള ആൾക്കാണ്. ആ ഇരുത്തത്തിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഇട്ടാണ്ട ആവശ്യം, നേരെ ഒന്ന് ഇരിക്കാം. അതെ. ഇത് മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റിംഗ്സ് ആണ്. എന്തെങ്കിലും അതിനെ പറഞ്ഞ നേരത്തെ മുന്നിപ്പോ ഇവിടെ പറഞ്ഞില്ലേ, അവർ വന്ന് വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ അവിടെ സൗണ്ട് ഇവിടെ സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാണ്, നമ്മൾ പരിഹരിക്കും. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഇപ്പൊ ഇതുമിട്ടില്ലേനും പ്രത്യേകിച്ച് ഞാൻ റീപ്ലേസ് ഉള്ള വാഹനങ്ങൾ എടുക്കലില്ല. കാരണം ഒന്നാമത് തന്നെ ഒരാള് വണ്ടി എടുക്കാനല്ല ആഗ്രഹപ്പെട്ടുങ്ങാണ്ട് ഫസ്റ്റ് എടുക്കണേ. കാരണം നമുക്കിപ്പോ ഇവിടെ 10-25 വണ്ടി ഉണ്ട് കണ്ടില്ല, ഒരാൾ ഫസ്റ്റിൽ വണ്ടി എടുക്കുമ്പോ അവൻ അതന്നെ ഒരു പേടി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ റീപ്ലേസിലെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ അറിയും. പിന്നെ ഇപ്പൊ നമ്മള് ഫിലായി കഴിഞ്ഞാൽ നമ്മളൊക്കെ വള്ളത്തേക്ക് മണ്ണെണ്ണ അടിയ മാതിരിക്കാണ്. ഇത് എത്ര കൊടുക്കാം? ഞാൻ 100 റുപ്യ കൊടുക്കാം. 1 ലക്ഷം അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. വീണ്ടും ഇവിടെ ഒരു വാഗണർ, ഇതും സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് കൊടുക്കല്ലേ? ഇതേ 2005 വണ്ടി. 5 വണ്ടി 2030 വരെ പേപ്പർ, പുതിയ പേപ്പർ എടുത്തു. പുതിയ പേപ്പർ ഉണ്ട്. ഇനിയിപ്പോ ഇൻഷുറൻസ് നമ്മള് പൊല്യൂഷൻ എടുത്തേക്കണേ ഒരു 6 മാസത്തിന്. ഓക്കെ. ഇനിയിപ്പോ ഒരു വർഷത്തിന് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഇൻഷുറൻസിന് ഏകദേശം 4 റുപ്യേന്റെ അടുത്ത് ഇൻഷുറൻസ് വരും. ഓക്കെ. അപ്പൊ ഇതിന് നമ്മള് 5 വർഷത്തിന് പേപ്പർ ഉണ്ട്. മെക്കാനിക് AC വർക്കിംഗ് ആണ്. പവർ ഷെയറിംഗ് ഉണ്ട്. സീറ്റ് കവർ ഒക്കെ നല്ല അടിച്ചാൽ സീറ്റ് കവേഴ്സ് ഒക്കെ നല്ല പുതിയത് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്. അത്യാവശ്യം ടയർ ഒക്കെ ഉണ്ട്. തുരുമ്പില്ല, റീപ്ലേസ്മെന്റ് ഇല്ല. നല്ലൊരു അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഓരോരുത്തർക്ക് ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവും ആൾക്കാർ. അപ്പൊ ഓരോരുത്തർക്ക് തീരുമാനിക്കാം. അപ്പൊ ഇതിന്റെ ചെറിയ പൈസ ഉള്ളു. എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. പൊല്യൂഷൻ ഉണ്ട്. നിലവിൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. നമുക്കൊരു 85 റുപ്യ കൊടുക്കാം. 85 റുപ്യ കൊടുക്കല്ലേ? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഒരു സ്വിഫ്റ്റ് ഡിസൈർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം 20 കിലോമീറ്റർ എന്തായാലും മൈലേജ്, നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് അലോവിയിലൊക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ ടയർ നല്ല കടുപ്പുത്തൻ ടയർ 4 ഉണ്ട്. പിന്നെ AC പവർ സ്റ്റാരിംഗ്, നല്ല സീറ്റ്, ലക്ഷറി സീറ്റ് കവർ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട്. ഇതിന്റെ മുകളിൽ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മളിപ്പോ പറിക്കുകയാണ്. കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ നാളെ കൊണ്ടെല്ലാം പറഞ്ഞു നമ്മളോട്. അപ്പൊ അത് പറിച്ച് കളയണം. അപ്പൊ മൊത്തത്തിൽ വൈറ്റ് ആവും. പെയിന്റ് അല്ല കേട്ടോ, അത് RC ഇൻക്ലൂഡ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇത് മോഡൽ എത്രയായിരുന്നു? മോഡൽ 2014 മോഡൽ ഉണ്ട് അല്ലേ? ഓപ്ഷൻ പിന്നെ ഓപ്ഷൻ VDI. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ ഓട്ടം ഇതിന് 1,40,000 ഓടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. എത്ര കൊടുക്കാൻ പറ്റും ഇത്? ടയർ കണ്ടില്ല, അലൈവിലും ടയറും. ഇത് 3,65,000 റുപ്യ കൊടുക്കാം. 3,65,000 കൊടുക്കാം. എത്ര പൈസയാണ് ഇറക്കാൻ പറ്റും? ഇതിപ്പോ എങ്ങനെയായാലും ഇതും ഒരു 3 റുപ്യ ലോൺ കിട്ടും. അല്ല അവരെ പ്രൊഫൈലൊക്കെ കണ്ടീഷൻ ആണ്, അവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യ കിട്ടും. 60-65 റുപ്യ മുടക്കിയാല് മുടക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ ആവശ്യക്കാരെ നോക്കിക്കോട്ടെ. നമുക്കൊരു ഡാറ്റ്സ് ആൻഡ് റെഡിഗോ. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. എങ്ങനെയായിരുന്നു ഇത്? മാനുവലോ ഓട്ടോമാറ്റിക്കോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ തന്നെയാണ്. ഇത് 2016 ആണ് മോഡൽ വരുന്നത്. പക്ഷെ എടുക്കുന്നവർക്ക് ഇത് വേറെ ലാഭമുണ്ട്. എന്തേനു? ഇത് 2018 വണ്ടിയാണ്. 18 വണ്ടിയാണ്. 16 ഇത് വരും. മാനുഫാക്ചർ 16 ആണ്. 18 രജിസ്റ്റേർഡ്. വണ്ടി ഇറങ്ങാൻ ഡിലേറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ RC 16 ഉള്ളൂ. പക്ഷെ ഇത് വണ്ടി 28 വരെ അവർക്ക് ഉപയോഗിക്കാം. അതെ, അതായത് 18 വണ്ടി ഓടാൻ തുടങ്ങിയത്. 33 വരെ പേപ്പർ ഉണ്ട്. 33 വരെ പേപ്പർ ഉണ്ട്. 8 വർഷം കൂടി ഇനി പേപ്പർ ഉണ്ട്. ഒരു ടെൻഷൻ 6 വർഷം ഉണ്ടാവുള്ളൂ. ആ സ്ഥാനത്തേക്ക് 3 വർഷം കൂടി എക്സ്ട്രാ ഉണ്ട്. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? 3 വർഷം 2 വർഷം. എന്താണ് ഇത്? എത്ര ഓടിയിട്ടുണ്ടാവും? ഓടിക്കണത് 65,000 കിലോമീറ്റർ. 65,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. AC വർക്കിംഗ് ആണ്. പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ. ടയറൊക്കെ ടയറൊക്കെ പുത്തൻ ടയർ ഉണ്ട്. വേറെ റീപ്ലേസ് ഇതും തന്നെ. ഇത് ഓല പ്രൊഫൈലൊക്കെ ഉസാറാണ്. ഓല കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഓൾക്ക് എങ്ങനെ ആയാലും ഒരു 1.5 റുപ്യ, ഒരു 10-15 റുപ്യ മുടക്കിയാല് മതിയോ? എത്ര നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? 1,65,000. 1.65 ചോദിക്കുന്നുണ്ട്. പിന്നെ മാക്സിമം 1.60 ചോദിക്കണത്. 10-15 ഉണ്ടെങ്കിൽ വണ്ടി എടുക്കണോണ്ട് ഇത് മെച്ചാണ്. കാരണം 2018 മോഡലിന്റെ വേരിയന്റ് വരുന്നുണ്ടല്ലോ.
അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ല. മാരുതിന്റെ A-Star ആണ്. A-Star കമ്പക്കാർ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ 2 പീസ് അവൈലബിൾ ആണ് അല്ല. അതെ, രണ്ടും വൈറ്റ് കളറാണ്. ഇത് അടുത്തടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. രണ്ടും ചെറിയ പൈസയുള്ളൂ. നമുക്ക് ആദ്യം ഇതിന്റെ പറഞ്ഞു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2009 ആണ്. ഇത് ഓൾഡ് മോഡലാണ്. ഇഞ്ചൻ പേര്. മോഡല് ഫേസ് ഒക്കെ ഒരേ മാതിരി തന്നെ. വ്യത്യാസമൊന്നുമില്ല. ഇഞ്ചിന് മാറ്റം ഉണ്ടാവും. അപ്പോ ഈ 2009 മോഡൽ 2029 വരെ 2029 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഇത് ഓപ്ഷൻ പിന്നെ ഇത് LXi ആണ് വരുന്നത്. രണ്ട് ഡോർ പവർ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. തട്ടുമുട്ട് പരക്ക് ഇടിയും കുത്തൊന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് അല്ലേ. ഓക്കെ, മെക്കാനിക്കും ഫുൾ ഫിറ്റ് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത്? നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷത്തിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വരട്ടെ. പിന്നെ അതെങ്ങനെയായിരുന്നു ആ വണ്ടി? ഇത് 2010 ആണ്. ഇത് 10 അല്ലേ? ഓക്കെ, ഇത് 2010 ആണ്. 10 പുതിയ പേപ്പർ 2030 വരെ പേപ്പർ ഉണ്ട് അല്ല ഓൾറെഡി. ഇത് K-Series ഇഞ്ചനാണ് വരുന്നത്. AC പവർ സ്റ്റാറിംഗ് 4 ഡോർ വിൻഡോ ഒക്കെ. ഇത് VXi ആണ്. 4 ഡോർ പവർ വിൻഡോ വരും അല്ലെ. ഇത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ 120. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 1,20,000 കൊടുക്കാം. 1,20,000 കൊടുക്കാം. ഇത് 10 വണ്ടി ആയതുകൊണ്ട് അല്ല 20 കൂടി. ഇതിന് ലോൺ കിട്ടോ? ലോൺ കിട്ടില്ല. ലോണൊന്നും കിട്ടൂല അല്ല. ഓക്കെ, അപ്പൊ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ആൾട്ടോ കാറാണ്. എങ്ങനെയാണ് മൻസൂർ? ഇത് 2010 ആണ്. 11 വണ്ടി അല്ല. ഓക്കെ, ഇത് നമ്മള് വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ ഇത് വന്ന കണ്ടീഷനിലാണ്. അപ്പൊ ഈ കണ്ടീഷനിൽ നമ്മൾ വില പറയുന്നത്. ഈ കണ്ടീഷനിലെ വില പറഞ്ഞു കൊടുക്കാം. വണ്ടി മെക്കാനിക് എന്തുപാട്? മെക്കാനിക്ക് ഈ കണ്ടീഷനിൽ നമ്മളിത് വൃത്തിയാക്കിയാണ് കൊടുക്കുക. അതല്ലേ അല്ല, എഞ്ചിന് കാര്യങ്ങളൊക്കെ ഇത് ഞാനെല്ലാം പറഞ്ഞു. ഇപ്പൊ ഒന്നും കൂടി കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ടച്ചപ്പും കാര്യങ്ങൾ ചെയ്തിട്ട് ആ വിലക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇത് ഒരു വർഷം കഷ്ടി 1 വർഷമുള്ള പേപ്പറിന് ഈ ആഗസ്റ്റോ 10ാം മാസം പേപ്പർ വരുന്നുണ്ട്. ഇതിപ്പോ നിലവിൽ കണ്ടീഷനിലെ വില നിങ്ങൾ പറഞ്ഞോ? നിലവിലല്ല, നമ്മളിത് ഇപ്പൊ ഇത് ഉള്ളതൊന്ന് ടച്ചപ്പ് പോളിഷ് ചെയ്ത് കണ്ട് വൃത്തിയാക്കിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ആ റേറ്റ് പറഞ്ഞാൽ നമ്മൾ നാളെ നമ്മൾ പണിക്കിട്ടിട്ട് പിന്നെ കൊണ്ടുപോയാലേ ആയിക്കോട്ടെ. വേറെ ഇടിയും കുത്തൊന്നുമില്ല. വണ്ടി നീറ്റാണ്. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 2011 മോഡലാണ്. ഇതൊന്ന് വൃത്തിയാക്കിയാണ് കൊടുക്കുക. 1 ലക്ഷം രൂപ കൊടുക്കുക. 1 ലക്ഷം രൂപ കൊടുക്കാം. AC ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്. LXi ആണ് ഓപ്ഷൻ പിന്നെ ടയറും തന്നെ ആവറേജ് ടയറുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്ട് ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കും. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. 2011 വണ്ടിയാണ്. ഇനിയിപ്പോ 1 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് 10-15 ഉറുപ്പ്യ മുടക്കി അവരുടെ പേർക്ക് അതിന് ശേഷം ഒരു 10-15 ഉറുപ്പ്യ കൊടുത്താൽ 5 വർഷത്തിന് പുതിയ പേപ്പർ കൊടുക്കാം. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഹൂണ്ടായിന്റെ ഇയോൺ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഷോറൂം പീസ്. ടയറൊക്കെ നല്ല ടയറാണ്. പുത്തൻ ടയറാണ്. പുതിയ ടയറാണ്. ഇന്റീരിയർ ഭാഗത്ത് നല്ല ചെയ്തിട്ടുണ്ട്. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുത്തില്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് പിന്നെ വരുന്നത് മാഗ്ന പ്ലസ് മോഡൽ 2012 വണ്ടി അല്ല. മാഗ്ന പ്ലസ് ആണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഓക്കെ, നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും വീഡിയോ പറഞ്ഞു, മെക്കാനിക്ക് അവർ വന്ന് ഓട്ടി നോക്കിയിട്ട് എന്തെങ്കിലും ഒച്ചപ്പാടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ക്ലച്ച് ഇപ്പൊ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് ക്ലച്ച് നിങ്ങൾക്കുള്ള സിസ്റ്റത്തിലേക്കാണ്. ഇപ്പൊ ഞാൻ ഓടിക്കുന്ന വണ്ടി എനിക്കുള്ള സിസ്റ്റത്തിലേക്കാണ്. ലേഡീസിനൊക്കെ അതിന്റേതായ ഒരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ അവർ വന്നിട്ട് അവർക്ക് ഓടിച്ചു ഇത് ഇങ്ങനെ ആക്കി തരണം അല്ല. അപ്പൊ ആ കണ്ടീഷനിൽ നമ്മൾ ആയി കൊടുക്കും. അവർ ചെക്ക് ചെയ്തിട്ട് നോക്കോട്ടെ. തൃപ്തി ആണെങ്കിൽ എടുത്താൽ മതി അല്ല, പ്രശ്നമല്ല. വേറെ വണ്ടിക്ക് ഒരാൾ ആഗ്രഹിച്ച് വന്നിട്ട് ആ വണ്ടിയും കൊണ്ട് അവർ പോകുള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ തടസ്സം നിർത്തില്ല. നമുക്ക് ചെറിയ ചായ പൈസ കിട്ടിയാൽ നമ്മൾ കൊടുക്കും. അതെ, നിലവിലെ കണ്ടീഷനിൽ ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 1,25,000 കൊടുക്കാം. 1,25,000 കൊടുക്കുക അല്ലെ. 2012 വണ്ടി. 12 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. ലോൺ കിട്ടൂല? ലോൺ ഇത് അന്വേഷിച്ച് നോക്കാം, നമുക്ക് നോക്കല്ലേ. വീണ്ടും ഇവിടെ ഒരു ഹൂണ്ടായിന്റെ ഇയോൺ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു ബ്ലൂ വണ്ടി, അതിന്റെ അതേപോലത്തെ വണ്ടി അല്ലേ.
നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാം. അതുക്ക് മേലെ ഇത്. ഓക്കെ. ഇത് എങ്ങനെയാ ഇത് മോഡൽ കാര്യങ്ങൾ? 2013-14 വണ്ടിയാണ്. 14 വണ്ടി മോഡൽ ഉണ്ട്. 13 മോഡല് 14 രജിസ്റ്റേർഡ്. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം എത്ര? 78,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വേറെ ഇടിയും കുത്തും മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ. ഈ വണ്ടി നല്ല വിശ്വസിച്ച് എടുക്കാലോ? സൂപ്പർ എടുക്കാം. അതായത് ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഒരു പുത്തൻ വണ്ടിന്റെ ഒരു ലുക്ക് കാണുന്നുണ്ട്. മോഡൽ കുറഞ്ഞ വണ്ടി കാണുമ്പോ മനസ്സിലാവുന്നില്ല. എത്ര കൊടുക്കാൻ പറ്റും ഇത്? പിന്നെ ഹീറോ പ്ലസിൽ വരുന്നതാണ്. ഹീറോ പ്ലസ് ആണ് ഓപ്ഷൻ തന്നെ. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ അല്ല? അത്യാവശ്യം 4 ഡോറാ? 2 ഡോർ. പിന്നെ വേറെ ഇതുണ്ട്. പുതിയ ഇൻഷുറൻസ് പുതിയ എടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിന് ഇൻഷൂർ ഉണ്ട്. ഒരു വർഷത്തിന് പൊല്യൂഷനും ഉണ്ട്. ഓക്കെ. ഇനി ഇതുമ്പോ നമുക്ക് വണ്ടി ഒരു പൈസ തരാ കൊണ്ടുപോയാൽ മതി. എത്രക്ക് കൊടുക്കുക ഇത്? നമുക്ക് 1,40,000 കൊടുക്കാം. 1,45,000 കൊടുക്കാം. ഇതിന് ലോണും കിട്ടും. മാക്സിമം ഫുള്ള് കിട്ടുമോ? നയാ പൈസ വേണ്ട. ഫുള്ള് ലോണിൽ ഇറക്കാനും പറ്റും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. 8-10 ആൾക്കൊക്കെ ഇരുന്നിട്ട് പോവാല്ലേ? സൂപ്പറായിട്ട്. പിന്നെ അതുമല്ലാതെ ഇത് നമ്മളെ പണി കാര്യങ്ങളും നടക്കും ഇതില്. എല്ലാം നടക്കും. ഈ ലൈനിൽ റൂട്ടിലൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാന് അതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ കൂടുതൽ എടുക്കുന്നത്. ഫാമിലി യൂസിന് എടുക്കുന്നുണ്ട്. ഫാമിലി യൂസിന് എടുക്കുന്നത് 5 സീറ്റാണ് വണ്ടി. ഇത് 5 സീറ്റാണ്. 2 വണ്ടികൾ ഉണ്ട് കേട്ടോ. അതും ചെറിയ പൈസക്ക് സാധനം കിട്ടും. അപ്പോ നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം അല്ലെ? രണ്ടും പുതിയ പേപ്പറാണ്. 2 പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് എത്ര മോഡലാണ്? ഇത് 2011 വണ്ടി. 11 മോഡലാണ്. AC ആണ്. പിന്നെ 5 സീറ്റ് ആണ്. ഒന്നിൻ്റെതായ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ വൃത്തിയുണ്ട്. 5 വർഷത്തിന് പേപ്പർ ഉണ്ട്. 1 വർഷത്തിന് ഇൻഷുറൻസ് ഉണ്ട്. പൊല്യൂഷൻ ഉണ്ട്. മെക്കാനിക് പരമായിട്ടൊക്കെ നല്ല 100% ആണ്. ഫിറ്റ് ആണ്. ഇത് മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല? 3 വണ്ടി. ഒരു വണ്ടി ഇപ്പൊ ഒരാഴ്ച നമ്മൾ കൊടുത്തു. 3 പേപ്പർ. അത് 2010 ആണ്. ഇത് 11 ആണ്. അതെ. ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 1,60,000 കൊടുക്കാം. 1,60,000 കൊടുക്കാം അല്ലെ? ഇപ്പൊ പേപ്പർ എടുക്കണമെങ്കിൽ തന്നെ വേണം 10-20 റുപ്യ. അതെ. പിന്നെ ഇപ്പൊ പാർട്ടിന് മുന്നിൽ കൊണ്ടേ കൊടുത്തിട്ട് കാര്യമല്ലോ. അത് അതിന്റേതായ കാര്യങ്ങൾ ചെയ്തുകാണ്ട് റെഡിയാക്കിക്കാണ്ട് എങ്ങനെ 10-25 റുപ്യ ചെലവ് വരും. അപ്പൊ ഇനി ഓലിപ്പോ 5 വർഷത്തിന് ഇനി ഓർക്ക് ഒന്നും ചെയ്യണ്ട. എണ്ണ അടിച്ച് ഓടിയാൽ മതി. ആവശ്യക്കാർ വിളിച്ചോട്ടോ അല്ലെ? ഈ വൈറ്റ് എങ്ങനെയായിരുന്നു? വൈറ്റ് 2010 ആണ്. 10 വണ്ടി. ഇതും പേപ്പർ പുതിയ എടുത്താണ്. കണ്ടീഷന് കാര്യങ്ങളൊക്കെ കണ്ടീഷനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനൊക്കെ നല്ല വണ്ടി അല്ലേ? ചെറിയൊരു ബഡ്ജറ്റില് കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത വണ്ടിയാണ്. അത് 10 ആണ്. ഇത് 11 ആണ്. ചിലർക്ക് വെള്ള വേണ്ടി വരും, കളർ വേണ്ടി വരും. എത്ര കൊടുക്കാതെ? അത് നമുക്ക് 1,30,000 കൊടുക്കാം. 1,35,000 കൊടുക്കാം. ഇതിന് ലോണൊന്നും കിട്ടൂല. ഈ 2 വണ്ടിക്ക് ലോൺ കിട്ടൂല. അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ ഒരു ആൾട്ടോ കാർ. നല്ല കണ്ടീഷനുള്ള വണ്ടി എന്നാ മൂപ്പര് പറയുന്നത്. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇത് 2008 മോഡല്. 8 മോഡലാണ്. 28 വരെ പേപ്പർ ഉണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തി. വണ്ടി സെക്കൻഡ് ഓണർ ആണ്. പക്ഷെ RC ഫസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ചിലപ്പോ ഫസ്റ്റ് ആയിക്കാരം. അപ്പൊ ഞാൻ എന്റെ നിഗമനം പറയാം, സെക്കൻഡ് ആണ് തോന്നുന്നുണ്ട്. പക്ഷെ RC നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റാ കാണിക്കണേ. ഓട്ടോ ഒക്കെ തോന്നുന്നുണ്ടോ? ഓട്ടൊന്നുമില്ല. ഓട്ടൊക്കെ എത്ര 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലെ? AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഇല്ല. LX അല്ല? LX ആണ്. ഓക്കെ. വേറെ മെക്കാനിക് പരമായിട്ട് കരിമ്പില്ല, പിന്നെ റീപേസ് ഇല്ല, ഫ്ലഡ് ഇല്ല, ഒന്നുമില്ല. ചെറിയ പൈസക്ക് വെയിലും മഴയും കൊള്ളാതെ യാത്ര ചെയ്യാൻ പിന്നെ കുഴപ്പമില്ല. പവർ സ്റ്റിയറിംഗ് കാരണം മാരുതിന്റെ ഏതാനും വണ്ടികൾക്കൊക്കെ നമ്മൾ കടന്ന് നിൽക്കുന്നോടുന്നിട്ട് ഓടിക്കുമ്പോൾ വലിയ വിഷയം ഉണ്ടാവുള്ളൂ. ഓടിച്ചു പോകുമ്പോ ഒരു നോർമല് പവർ ഇതിന് എല്ലാ വണ്ടിക്കും കിട്ടും. മാരുതിന്റെ പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. ഇത് എത്ര കൊടുക്കാൻ പറ്റും? നമ്മള് ലാസ്റ്റ് 80 റുപ്യ കൊടുക്കാം. 80 റുപ്യ കൊടുക്കും അല്ലെ? 2008-28 വരെ പേപ്പറുള്ള ഒരു വാഹനം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കി. AC ഉള്ള മാരുതി കാറാണ്, അതും ഓഫർ പ്രൈസിന്. ഈ 2 വണ്ടിയും എത്ര കൊടുക്കാറ് ഞങ്ങൾ? ഇത് 2008-9 റേസറിലെ വണ്ടിയാണ്. 21 വരെ പേപ്പർ ഉണ്ട്. ഇത് 2007-27 പേപ്പറിലെ വണ്ടി. 2 MB5 എഞ്ചിനാണ്. മേജർ കംപ്ലൈന്റ് ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ മെയിൻ ക്ലാസ് ചെറിയ കടിച്ചിട്ടുണ്ടെന്നുള്ളൂ. വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. 2 വണ്ടിയും കൂടി പെരുന്നാൾ ഓഫർ ആയിട്ട് 1,00,000 റുപ്യ കൊടുക്കാം. 2009 വണ്ടി, 2007 വണ്ടി. ഓക്കെ. അത് AC ഉണ്ട് കേട്ടോ. AC തണുപ്പൊന്നുമില്ല. അതിന്റെ തണുപ്പ് കൂട്ടല്ല, അതിന് പ്രശ്നം അവര് പണിയെടുക്കുക. നിലവിലുള്ള കണ്ടീഷൻ അല്ല, തണുപ്പ് കൂട്ടിയെടുക്കാൻ കുറെ ചെലവൊന്നുമില്ല, ചില്ലറ പൈസ. ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ റണ്ണിങ് കണ്ടീഷൻ ആക്കി നമ്മൾ കൊടുക്കും. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? മെക്കാനിക് ഫുൾ ഫിറ്റ്. എഞ്ചിന് പരമായിട്ട് യാതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. 1,00,000 രൂപയ്ക്ക് 2 വണ്ടി കിട്ടും. ആവശ്യക്കാരുണ്ടെങ്കിൽ അതല്ല,
ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 റുപ്യ അതിന്, 45 റുപ്യ ഇതിന്, 45 ഇതിന് 65 റുപ്യ. 65 ഓരോന്ന് വേറെ എടുക്കുകയാണെങ്കിൽ വേറെ എടുക്കണം ഇതിന് 65, അതിന് 45. 45 അല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. AC ഉള്ള വണ്ടി അല്ലേ? ഇത് ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ ഇവരെ നമ്പർ ഉണ്ട് കേട്ടോ. ഒരു 3 നമ്പർ ഉണ്ടാവും. ഏത് നമ്പറിൽ വിളിച്ചാലും മൂപ്പരെ കിട്ടും. അല്ല, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളത് കൊടുക്കണം നമ്പർ. നമുക്ക് ചെയ്യാം. അത് ആർക്ക് വിളിച്ചാലും പ്രശ്നമില്ല. പിന്നെ മൂപ്പരെ മക്കളാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് വീട്ടില് കച്ചവടം നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഷോറൂമിൽ നിന്നൊക്കെ എടുക്കുന്നേക്കാളും എത്രയോ വില പാകത്തിന് കിട്ടും. ഇവിടെ വാടക കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട അല്ല. അപ്പോ പിന്നെ വേറൊന്നും പറയണ്ട. അവർ വന്നിട്ട് അവർക്ക് പറ്റിയ വണ്ടി നോക്കിയിട്ട് എടുക്കാം. പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, ചെയ്ത് കൊടുക്കില്ല. ഇവിടെ ചോദിക്കുന്നതല്ല, പറ്റിയ അതായത് കുറക്കാൻ പറ്റുന്നതൊക്കെ കുറച്ച് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു. ഇത് 2007 വണ്ടി. വണ്ടി 2007 27 പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. LXi. ഒരു ചെറിയ പൈസ കൊടുക്കാം, 65,000 രൂപ കൊടുക്കാം. 65,000 കൊടുക്കാം. ഓക്കെ. മാരുതിയുടെ കായ്ക്ക് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.